ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പെസഹ തിരുനാളിനുണ്ടാക്കുന്ന പെസഹ അപ്പത്തിൻ്റെയും പെസഹ പാലിൻ്റെയും റെസിപ്പിയാണ് കാണിക്കുന്നത്. പെസഹ അപ്പം ഓരോ സ്ഥലങ്ങളിലും ഓരോ കമ്മ്യൂണിറ്റിയിലും വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. ഞാനൊരു എറണാകുളംകാരി ആയതുകൊണ്ട് തന്നെ എറണാകുളത്തുള്ള ലത്തീൻ കത്തോലിക്കർ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു പെസഹ അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതുണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1/4 ഗ്ലാസ് ഉഴുന്നാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം വെള്ളം മാറ്റി വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ കഴുകിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നെയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് 4 മണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കണം. ഈ കുതിർത്തിയ വെള്ളത്തിലാണ് 4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ അരിയും ഉഴുന്നൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 കപ്പ് ചിരവിയ തേങ്ങ, 5-6 ചുവന്നുള്ളി, 4 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചെറുജീരകം, ഇത്രയും ചേർത്ത് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഈ മാവ് ഫെർമെൻറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അപ്പം വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പകുതി വരെ മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഇതേപോലെ നല്ല ലൂസായിട്ടിരിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുകയുള്ളൂ. ദോശ മാവിനേക്കാൾ ലൂസായിട്ടുള്ള മാവായിരിക്കണം. നടുക്ക് കുരുത്തോല കൊണ്ടൊരു കുരിശുകൂടി വെച്ച് കൊടുത്തിട്ട് സ്റ്റീമറിൽ വെച്ച് അരമണിക്കൂർ വേവിച്ചെടുക്കണം. അങ്ങനെ എല്ലാ അപ്പവും വേവിച്ചെടുക്കുക. ഇനി നമുക്ക് പെസഹ പാല് തയ്യാറാക്കാം. പെസഹ പാല് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് 1 തേങ്ങയുടെ 2/2 പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 300 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, അതായത് പത്തിരിപ്പൊടിയും കൂടി ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ചെറുതീയിൽ കൈ എടുക്കാതെ ഇളക്കി ഒന്ന് കുറുക്കി തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ 10 ഏലക്കയും ഒരു ചെറിയ കഷ്ണം ചുക്കും 1/2 ടീസ്പൂൺ ചെറുജീരകവും കുറച്ച് പഞ്ചസാര ചേർത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാൻ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എറണാകുളത്തെ ലത്തീൻ കത്തോലിക്കർ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെസഹ അപ്പവും പെസഹ പാലും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വരുന്ന പെസഹായ്ക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അപ്പമാണ്. അടുത്ത പ്രാവശ്യം ചുട്ടെടുത്തിട്ടുള്ള രീതിയിലുള്ള പെസഹ അപ്പത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.